ഈ നന്ദിനി എന്തിനാ വന്നേന്ന് ഏടത്തി എന്ന് പറഞ്ഞതാണല്ലോ. വാ എടുക്കടി. അഖിലിന് വേണ്ടിയാ നന്ദിനി വന്നിരിക്കുന്നെന്ന് പറഞ്ഞ സ്വത്തിന് വേണ്ടിയും അഖിലിനെ സ്വന്തമാക്കാനും വേണ്ടിയാണ് വന്നതെന്ന് തെറ്റായി വിചാരിച്ചു വെച്ചിരിക്കുക. നന്ദിനി അഖിലിന് വേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞ അഖിലിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി വന്നതെന്ന അർത്ഥം. അഖിലിന്റെ കാല് സുഖപ്പെടുത്താൻ വേണ്ടി അവള് വന്നത് എന്ന് വെച്ചാ ഫിസിയോതെറാപ്പിസ്റ്റായ നന്ദിനിയുടെ സഹായം അഖിലിന് ആവശ്യമാണെന്ന് കരുതി വിളിച്ചതാ. ഭാവനച്ച് നാട്ടിൽ നിന്ന് അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. അതല്ലാതെ അഖിലിനെയും സ്വത്തിനെയും സ്വന്തമാക്കാൻ വേണ്ടി അല്ല അവൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. നന്ദിനിക്ക് അതിന്റെ ആവശ്യമില്ല. എന്നാ ഈ നന്ദിനി അഖിലുമായി ക്ലോസ് ആകുന്നത് ഞാൻ കണ്ടു. ഇവര് തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അവരങ്ങനെ പ്രകടിപ്പിക്കുന്നത്? അതെ, അത് കണ്ടിട്ടാ കാർത്തികയ്ക്ക് ദേഷ്യം വന്നേ. എന്നിട്ട് നന്ദിനെ അടിച്ചു. അത് തെറ്റാ? എല്ലാം കണ്ടു നിന്നിട്ടും ഇവൾക്ക് വേണ്ടി ഇളയമ ഒത്താശ പറഞ്ഞ വയസ്സില് മുതിർന്നാണെന്നൊന്നും നോക്കില്ല, ചെകിട്ടത്തൊന്ന് പൊട്ടിക്കും ഞാൻ. ഇവര് പ്രായത്തിൽ മാത്രം മുതിർന്നത്, സ്വഭാവത്തിൽ വെറും കൂതറ. ഇവരുടെ കുരുട്ട് ബുദ്ധി കാർത്തിയെ കൂടി പഠിപ്പിച്ചു കൊടുക്കും. എനിക്ക് ആരും ഒന്നും തന്നെ പഠിപ്പിച്ചു തന്നിട്ടില്ല. നിങ്ങൾക്കാ കുരുട്ട് ബുദ്ധി. കൈയോടെ നിങ്ങളെയൊക്കെ പിടികൂടിയിട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലവരാണെന്ന് സമർത്ഥിക്കുകയാണ്. ഇനി ഒരിക്കൽ കൂടി നീ ഇങ്ങനെ സംസാരിച്ചാൽ എന്റെ തനി സ്വഭാവം നീ അറിയും. മര്യാദയ്ക്ക് ഭാവനച്ചയുടെ കാലില് വീണ് ക്ഷമ ചോദിക്ക. എന്നിട്ട് നന്ദിനിയോട് സോറി പറയൂ. ഞാൻ പറയില്ല. നിനക്ക് പറയാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങി പോടി വിടണം. പോടി അലവലാതി. നീ ഇങ്ങനൊരു വാക്ക് ഉപയോഗിക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഇത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചതും. എന്നെ എപ്പോ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കാമെന്നും ദേ ഈ നന്ദിനി എപ്പോ കല്യാണം കഴിക്കാമെന്നും നീ കാത്തിരിക്കയല്ലേ? നിന്നെ ഇവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഇവളെ അടിച്ച് കൊല്ല ഇടത്തി. കൊലക്കുറ്റം ഞാൻ ഏറ്റെടുത്ത് ജയിലിൽ പോയി കിടന്നോളാം. അങ്ങനെ ഒരു ദിവസവും വളരെ വൈകാതെ ഉണ്ടാവും. നിങ്ങൾ എല്ലാവരെയും ജയിലിലേക്ക് അയച്ചില്ലെങ്കിൽ എന്റെ പേര് കാർത്തികയെന്നല്ല. എന്നെ അടിച്ചല്ലേ, എന്നോട് ഇറങ്ങി പോവാൻ പറഞ്ഞു. കാണിച്ചു തരാം, നിങ്ങൾ എല്ലാവരും ഞാൻ കാണിച്ചു തരാം. എന്റെ വീട്ടിലേക്ക് പോയി എന്റെ മമ്മിയോട് പറഞ്ഞ് നിങ്ങൾ എല്ലാവരെയും ശരിയാക്കുന്നുണ്ട്. ഒരുത്തരെയും ഞാൻ വെറുതെ വിടില്ല. എല്ലാവരും അനുഭവിക്കും. വെയിറ്റ് ആൻഡ് സീ. കാർത്തികേ, എന്തു പറ്റി? പെട്ടിയും കൊണ്ട് ഈ സമയത്ത് നീ എവിടെ പോവാ? എന്റെ മമ്മിയുടെ വീട്ടിലേക്ക്. എന്തിന്? വസുവേട്ടത്തി എന്റെ ചെകിടത്ത് അടിച്ചു ഏട്ടാ. ഏട്ടന്റെ അനിയൻ എന്നോട് ഇറങ്ങി പോവാൻ പറഞ്ഞു. ഇത്രയൊക്കെ കേട്ട ശേഷം ഞാൻ എന്തിനീ വീട്ടിൽ നിൽക്കണം? ഞാൻ പോവാണ് എന്റെ മമ്മിയുടെ വീട്ടിലേക്ക്. ഒരു മിനിറ്റ് നിക്ക് കാർത്തികേ. ഇവളെ തടയരുത് ഏട്ടാ, പൊക്കോട്ടെ. എനിക്കിനി ഇവളെ ആവശ്യമില്ല. അഖിൽ, നീ ഇതെന്താ പറയുന്നെങ്കിൽ? അഖില് സത്യമാണ് പറഞ്ഞതേട്ടാ. അഖിലിന്റെ മുറപ്പിന്റെ നന്ദിനി എഴുന്നള്ളിയിട്ടുണ്ടല്ലോ. അപ്പൊ എന്റെ ആവശ്യം ഇവിടെ വേണ്ടി വരില്ലല്ലോ. എന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് അവര് രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോവാ. സ്റ്റോപ്പ് ഇറ്റ് കാർത്തികേ. തോന്നിവാസം വിളിച്ചു പറയുന്നു. തോന്നിവാസം ഒന്നും അല്ല,
ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതും ചെവി കൊണ്ട് കേട്ടതുമാണ് ഈ പറഞ്ഞത്. ചേട്ടന്റെ അനിയനും ഈ നന്ദിനിയും തമ്മിൽ റിലേഷൻഷിപ്പിലാണ്. കാർത്തിക, നന്ദിനി അങ്ങനെയുള്ള ഒരു കുട്ടിയല്ല. അവൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിട്ടില്ല. ആ ഉദ്ദേശത്തോടെയാണ് നന്ദിനി ഈ വീട്ടിലേക്ക് വന്നത്. അഖിലിനെയും എന്നെയും പിരിക്കാൻ വേണ്ടി. ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കാൻ നോക്കുകയാണ്. കാർത്തികേ, വസുന്ധര നിന്നെ അടിച്ചതിൽ ഒരു തെറ്റുമില്ല. അഖിലിന്റെ അടുത്ത് നിന്ന് ആരും നിന്നെ പിരിക്കാൻ ശ്രമിച്ചിട്ടില്ല. നീയാണ് അഖിലിന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നത്. അവനെ അവോയ്ഡ് ചെയ്യുന്നത് നീയാണ്. എന്നുവെച്ച് അഖിലിനെ നന്ദിനിയുമായി അടുപ്പിക്കാൻ നോക്കുകയാണോ? എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ട് അവരുടെ കല്യാണം നടത്താൻ നോക്കുകയാണോ? ഈ ചതിയില് ഏട്ടനും പങ്കിട്ടെന്ന് തോന്നുന്നല്ലോ. ദൈവം ഏതെങ്കിലും പറയല്ലേ മോളെ. ഇവിടെ ആർക്കും നിന്നോട് ഒരു ദേഷ്യവും ഇല്ല. നീയും അഖിലും ഒരുമിച്ച് ജീവിക്കണമെന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെ നിങ്ങൾ സന്തോഷത്തിൽ ജീവിക്കുന്ന കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. എന്നെ അത്രയ്ക്ക് മണ്ടിയാക്കാനൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ അത്രയ്ക്ക് മന്ദബുദ്ധിയൊന്നും അല്ല. നിങ്ങളുടെ ഉദ്ദേശം എന്താ, ലക്ഷ്യം എന്താന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എനിക്ക് നല്ല ശിക്ഷ തന്നിരിക്കുന്നെ. ഇപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഞാൻ തന്നെ നല്ല ശിക്ഷ തരുന്നുണ്ട്. അതിന് തയ്യാറായിക്കോ. കാർത്തിക, മോളെ, ഞാൻ പറയുന്നത് കാർത്തിക പോരുത്. കാർത്തിക നിൽക്ക്. ഏടത്തി, തിരികെ വിളിക്കരുത്. പറയുന്നത് കേൾക്ക് കാർത്തിക. തിരിച്ചു വരാൻ. ഞാൻ വരില്ല. എന്റെ പിന്നാലെ നിങ്ങൾ വരണം. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നേന്ന് വെയിറ്റ് ആൻഡ് വാച്ച്. ബേബി, എന്താ ഈ സമയത്ത് വന്നിരിക്കുന്നത്? ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അതല്ലാതെ അത്രയും വലിയൊരു ബംഗ്ലാവും വിട്ടിട്ട് നീ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താ ബേബി? എന്തിനാ നീ വന്നത്? മമ്മി, എന്തു പറ്റി ബേബി? എന്തിനാ ഇങ്ങനെ കരയുന്നേ? ആ വസു എന്നെ അടിച്ചു മമ്മി. അഖിൽ എന്നോട് ഇറങ്ങി പോവാൻ പറഞ്ഞു. വസു നിന്നെ അടിച്ചെന്നോ? അഖിൽ നിന്നെ ഇറക്കി വിട്ടോ? എന്തിന്? ഞാൻ ആ നന്ദിനിയെ അടിച്ചു. നന്ദിനിയോ? അതാരാ? നഴ്സ്. അഖിലിനെ നോക്കാൻ വേണ്ടി വന്നവളാ. അവള് അഖിലിനെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ നീ അടിച്ചത്? ശ്രദ്ധിക്കുന്നതിനേക്കാളും കൂടുതൽ ശ്രദ്ധിക്കുന്നത് കൊണ്ടാ ഞാൻ അടിച്ചത്. നീ എന്തായി പറയുന്നേ ബേബി? ആ നന്ദിനി നഴ്സ് മാത്രമല്ല, ഭാവന എടുത്തിയുടെ അനിയത്തി കൂടിയാ. അഖിലിന്റെ മുറപ്പെണ്ണ് കൂടിയാ. രണ്ടുപേരും വളരെ ക്ലോസ് ആണ് മമ്മി. അത് ഞാൻ കണ്ടിട്ട് നന്ദിനിയെ വഴക്ക് പറഞ്ഞ് ശാസിച്ചു. അവൾ എന്നെ എതിർത്ത് സംസാരിച്ചു. എന്റെ ഏട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. എനിക്ക് ദേഷ്യം വന്ന് അവളുടെ ചെകിടത്ത് ഞാൻ കൊടുത്തു. അവിടെ വെച്ച് തന്നെ അവളുടെ കഴുത്ത് നെരിച്ച് കൊല്ലേണ്ടതല്ലേ? പിന്നെയുള്ളതൊക്കെ ഞാൻ നോക്കില്ലേ? പക്ഷെ അവിടെ എല്ലാവരും അവളെയാ സപ്പോർട്ട് ചെയ്യുന്നത്. അഖിലും അവളുടെ വലയിൽ വീണു മമ്മി. എന്നെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് എന്നെ ഡൈവോഴ്സ് ചെയ്ത് അവളെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു. അവൻ അങ്ങനെ പറഞ്ഞോ? അതാ അവൻ പറഞ്ഞതിന്റെ അർത്ഥം മമ്മി. ആ വസുവേട്ടത്തി പോലും അവളെയാ സപ്പോർട്ട് ചെയ്യുന്നത്. അവളുടെ കാലിൽ പിടിച്ച് ഞാൻ സോറി പറയണോന്ന് പറഞ്ഞു. നീ എന്തിനാ ബേബി അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. ഇനി ഞാൻ ആ വീട്ടിലേക്ക് പോകുന്നില്ല. ചത്താലും പോയില്ല. ആദ്യമേ ഞാൻ മമ്മിയുടെ വാക്ക് കേൾക്കണമായിരുന്നു. എനിക്ക് ഇത്രയും വലിയ ഇൻസൾട്ട് കിട്ടില്ലായിരുന്നു. ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല ബേബി. നീ എന്റെ അടുത്ത് എത്തിയല്ലോ, ഞാൻ നോക്കിക്കോളാം. ആ നന്ദിനി അത്രയ്ക്ക് നിസ്സാരക്കാരിയല്ല. വലിയ പ്ലാനോടെയാ വന്നിരിക്കുന്നെ. ഭാവന ഏട്ടത്തിയുടെ അനിയത്തിയാ അവള്. ഏട്ടത്തിയാ വിളിച്ചു വരുത്തിയത്.
അഖിലിനെ തന്റെ വലയിൽ വീഴ്ത്തി എന്നെ പറ്റിച്ച് എന്റെ സ്വത്തിന്റെ പങ്ക് തട്ടിയെടുക്കാനാ അവരുടെ ശ്രമം. അതുകൊണ്ടാ നിർബന്ധിച്ച് എന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയത്. മനസ്സിലായി ബേബി, നിനക്കിങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഇതുകൊണ്ടാ അന്നേ എന്നോടൊപ്പം വരാൻ ഞാൻ പറഞ്ഞത്. നീ കേട്ടില്ല. സോറി മമ്മി. ഇനി മുതൽ മമ്മി പറയുന്നതേ ഞാൻ അനുസരിക്കൂ. മമ്മിയുടെ കൂടെ തന്നെ ഉണ്ടാവും. ഓക്കെ ബേബി, നിന്നെ കഷ്ടപ്പെടുത്തിയവരെ ഞാൻ വെറുതെ വിടില്ല. അവരെ വെള്ളം കുടിപ്പിച്ച് ഞാൻ അടങ്ങൂ. നീ വീണ്ടും മനസ്സ് മാറാതെ ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചാ നിനക്കുള്ള സ്വത്തൊക്കെ നിന്റെ കയ്യിലെത്തും. അവരൊക്കെ തെരുവിലിറങ്ങേണ്ടി വരും. അവരെയൊക്കെ അഴിക്കുള്ളിലാക്കി ഗോതമ്പുണ്ട തീറ്റിച്ചില്ലെങ്കിലേ എന്റെ പേര് അംബികാദേവി എന്നല്ല. എന്തിനാ എല്ലാവരും ഡള്ളായിട്ടിരിക്കുന്നേ? അവള് പോവാണെങ്കിൽ പോട്ടെ, പോയി എവിടെ വെച്ച് തൊലയട്ടെ. ശനി ഒഴിഞ്ഞു പോയെന്ന് വിചാരിക്കും. ഇനി നമുക്കെല്ലാം നല്ലത് വന്നോളൂ. സ്വന്തം ഭാര്യ നിന്റെ കണ്ണിനൊരു ശനിയായി മാറിയല്ലടാ. ഇതിനാണോ അവളെ പ്രണയിച്ച് നീ കല്യാണം കഴിച്ചത്? പൂതനെ മിണ്ടി പോരുത്. എല്ലാം നിങ്ങൾ കാരണമാ. അവളോട് ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നശിപ്പിച്ചു കളഞ്ഞു. ഞാനെന്ത് ചെയ്തിട്ടാ നീ എന്നെ വഴക്ക് പറയുന്നേ? നീയും നന്ദിനി ക്ലോസ് ആയത് കാർത്തിക കണ്ടു. അതെന്റെ തെറ്റാണോ? ഇളയമയും കാർത്തികയെ പോലെ തെറ്റായിട്ട് സംസാരിക്കുക. നന്ദിനി വന്നത് അഖിലിനെ ട്രീറ്റ്മെന്റ് ചെയ്യാനാ. അഖിലിനെ തൊടാതെ എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുക? ഇവര് രണ്ടുപേരും അടുപ്പത്തോടെ ഇരിക്കുന്നത് കണ്ട് കാർത്തിക തെറ്റിദ്ധരിച്ചു. അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം ചെകിട്ട് തടിച്ച് അപമാനിച്ചു. അപ്പൊ കാർത്തികയ്ക്ക് നന്ദിനി അടിക്കാമോ? കാർത്തികയെ അടിക്കാൻ വസുവടുത്തേക്ക് അവകാശമുണ്ട്. എന്നാ നന്ദിനി അടിക്കാൻ അവക്ക് എന്താ അവകാശമുള്ളത്? അവള് നിന്റെ ഭാര്യയല്ലേടാ. നിന്റെ കൂടെ വേറൊരു പെണ്ണിരിക്കുമ്പോ അവക്ക് ദേഷ്യം വരില്ലേ? നിങ്ങളോട് എത്ര തവണ പറഞ്ഞു ഇളയമേ, നന്ദിനി വന്നത് അഖിലിന്റെ കൂടെ നിന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയാ. അത് തെറ്റായിട്ട് വിചാരിച്ചാൽ എങ്ങനെയാ? അവൾ ഒരിക്കലും എന്നെ മനസ്സിലാക്കാൻ പോകുന്നില്ല. എല്ലാവരോടും ഞാൻ അന്നേ പറഞ്ഞതാ അവൾ ഇങ്ങോട്ട് കയറ്റരുതെന്ന്. അന്ന് ആരും കേട്ടില്ല. അങ്ങനെ ഇങ്ങനെ നീ കാർത്തിക ഉപേക്ഷിക്കോ അഖിൽ? അതിനുവേണ്ടിയാണോ നീ അവളെ വിവാഹം കഴിച്ചത്? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഭാര്യയും ഭർത്താവും ഒരുമിച്ചാടാ നിൽക്കേണ്ടത്, വേർപിരിയാനല്ല നോക്കേണ്ടത്. എന്റെ കൂടെ ഒരുമിച്ച് ജീവിക്കണമെന്ന് അവൾക്കും ആഗ്രഹം വേണ്ട ഏട്ടാ. അവള് കാരണം ഇവിടെ എന്നും ഡിസ്റ്റർബൻസ് തന്നെയാ. തൊട്ടതിനും പിടിച്ചതിനൊക്കെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. എത്രന്ന് വെച്ചാ ഏട്ടാ സഹിക്കുന്നേ? എത്ര നാളായിരുന്നാലും സഹിച്ചേ പറ്റൂ. വേറെ വഴിയില്ല അഖിൽ. അതെന്ത് തലയെഴുത്ത ഏടത്തി? അവളെ പോലൊരു പെണ്ണിന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. കാർത്തിക പ്രായത്തിൽ ഇളയതല്ലടാ, നമ്മളല്ലേ കുറച്ചൊക്കെ അംഗീകരിച്ചു കൊടുക്കേണ്ടത്. ഇനിയും അവള് ചെറിയ പെണ്ണാണെന്ന് പറഞ്ഞ എങ്ങനെയാ ഏട്ടാ? ഭാവനയെടുത്തിയും പാവം നന്ദിനിയൊക്കെ അവൾ എന്തൊക്കെയാ പറഞ്ഞത്? നേരെ ആക്കാൻ നോക്കിയ ഏട്ടനെ അവള് കുറ്റം പറഞ്ഞില്ലേ? അഭിയേട്ടനെയും പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞു. ആ അവള് ചെറിയ പെണ്ണാണല്ലേ? ചുമ്മാ ആരും സപ്പോർട്ട് ചെയ്ത് നോക്കണ്ട. കാർത്തിക എന്ത് ചെയ്താലും ശരി, അവള് നിന്റെ ഭാര്യയാ. ഈ വീട്ടിലെ മരുമകളാ അവള്. എനിക്കവള് സഹോദരി. ഈ സമയത്ത് അവൾ അവളുടെ വീട്ടിലേക്ക് പോയത് ഒട്ടും ശരിയായില്ല. പ്രശ്നങ്ങള് വളരെ വലുതാവും. അതൊരിക്കലും നല്ലതല്ല. അതിനിപ്പോ എന്ത് വേണമെന്നാ പറയുന്നേ? പോയി കാർത്തികയെ കൂട്ടിക്കൊണ്ടുവരണം. വേണ്ട ഏടത്തി, അവൾ അവിടെ നിൽക്കട്ടെ. ഒരാഴ്ച നിൽക്കുമ്പോ തനിയെ ബുദ്ധി വന്നോളും. നിങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു അകൽച്ച വരുന്നത് നല്ലതിനല്ല അഖിൽ. ഒരു തവണ ഒന്ന് പിരിഞ്ഞു പോയി കഴിഞ്ഞാ പിന്നെ ആ ബന്ധം ഒരിക്കലും നിലനിൽക്കില്ലടാ. അകന്നിരുന്നാ മാത്രമേ അവൾ എന്റെ വില മനസ്സിലാക്കൂ ഏട്ടാ. കാർത്തിക നിന്നെ വിട്ട് പിരിഞ്ഞിരുന്നാൽ ഞങ്ങളുടെ മേൽ പഴി ചുമത്തിയത് സത്യമാണെന്ന് എല്ലാരും കരുതുവാക്കി. ഇപ്പൊ നിന്റെ അടുത്തിരിക്കേണ്ടത് കാർത്തികയാ. അവളായിട്ട് ഇറങ്ങിപ്പോയതല്ലേ, നമ്മൾ എന്ത് ചെയ്യാനാ? നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം അഖിൽ. അവളെ വിളിക്കാൻ പോയ നിങ്ങളെയൊക്കെ അപമാനിക്കൂ ഏടത്തി. കാർത്തികയുടെ അമ്മയെക്കുറിച്ച് എനിക്ക് നല്ലതുപോലെ അറിയാം. അവരുടെ നാവും ശരിയല്ല. വായി തോന്നിയതൊക്കെ വിളിച്ചു പറയും. വസു പോവാന്ന് പറയുന്നുണ്ടല്ലോ, പോട്ടടാ. എന്നാ നിങ്ങൾ പോ, ചെന്ന് വിളിച്ചോണ്ട് വാ. ഇളയമ്മ പോകണ്ട അഖിൽ, ഞാനും വസുന്ധരയും കൂടെ പോവാം. ഏട്ടൻ പോകണ്ട. അവര് ഏട്ടന് എന്തെങ്കിലും പറഞ്ഞെന്ന് വരും. ഞാനും ഭാവനച്ചിയും കൂടെ പോയിട്ട് വരാം. അതെ അബി,
കാർത്തിക തെറ്റിദ്ധരിച്ചാണ് അങ്ങോട്ട് വന്നതെന്ന് ഞാൻ അവളുടെ അമ്മയെ പറഞ്ഞു മനസ്സിലാക്കാം. നന്ദിനി ഇവിടെ എന്തിനാണ് വന്നതെന്നും പറയാം. കാർത്തിക ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരാം. ആ തള്ളയെ മോള് നിങ്ങളുടെ വാക്കൊന്നും കേക്കില്ല ഏടത്തി. നിങ്ങളെ നാണം കെടുത്തി അപമാനിക്കും അവര്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞങ്ങൾ ഞങ്ങളുടെ അനിയത്തെ കൂട്ടിക്കൊണ്ടുവരാൻ പോവാ. അവര് നമ്മളെ അപമാനിച്ചാലും കുഴപ്പമില്ല, എന്തുണ്ടായാലും സഹിക്കും. കാർത്തികയുമായിട്ട് ഞങ്ങൾ തിരിച്ചു വരൂ. എനിക്ക് അവളെ വേണ്ട ഏടത്തി, ഒന്ന് വിട്ടേക്ക്. നീ ഒന്ന് നിർത്തുന്നുണ്ടോ? ഭാര്യ എങ്ങനെ ഉപേക്ഷിക്കുന്ന? ഭാവനെ, വസു, നിങ്ങൾ രണ്ടുപേരും പോവാൻ നോക്ക്. വാ വസു. ഏടത്തി, ഏടത്തി. ചെല്ല് ചെല്ല്. ആ അംബികാദേവിയുടെ കയ്യിൽ നിന്ന് വാങ്ങാനുള്ളതെല്ലാം വാങ്ങിയിട്ട് വന്നു. ബേബി ഇതാ കഴിക്ക്. വാങ്ങിക്ക്. ഉപ്പുമാവോ? ആ വേറെന്താ വേണ്ടേ? ആ, എന്തെങ്കിലും ബിരിയാണി പോലത്തത് കൊണ്ടുവരുമെന്ന് വിചാരിച്ചു. എന്തിനായി ഈ ഉപ്പുമാവ് കൊണ്ടുവന്നത്? ഞാനേ ഇവിടെ ഭക്ഷണം ഇല്ലാതിരിക്കുന്നു. അപ്പോഴാ നീ വന്ന് ബിരിയാണി വേണോന്ന് പറയുന്നേ. നിനക്ക് തന്നെ നീ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? നിന്റെ അച്ഛൻ ചീട്ട് കളിച്ച് കാശ് മുഴുവൻ കളഞ്ഞിട്ട് ഇവിടെ നിന്ന് ഓടിപ്പോയി. കടം വീട്ടാൻ കഴിയാതെ ഞാനിവിടെ ഒളിച്ചു താമസിക്കുക. എന്നിട്ട് നീയും കൂടെ വന്ന് എന്റെ തലയിൽ കയറുന്നു. മിണ്ടാതിരുന്ന് കഴിക്കും. മമ്മി, ആരോ വന്നിരിക്കുന്നു. നിങ്ങൾ എന്തിനാ വന്നത്? എന്റെ ബേബിയെ മർദ്ദിച്ച് അപമാനിച്ച് വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയില്ലേ? ഇവള് ചത്തോ അതോ ജീവനോടെ ഉണ്ടോന്ന് നോക്കാൻ വന്നതാണോ? കാർത്തികയെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാനാ ഞങ്ങൾ വന്നിരിക്കുന്ന ചെറിയമ്മേ. കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? കയറി കെട്ടിത്തൂക്കി കൊന്നുകളയോ അതോ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളയോ? നിങ്ങൾ രണ്ടുപേരും ബന്ധുക്കളല്ലേ? എന്റെ ബേബിയോട് നിങ്ങൾ ഇത്രയും ശത്രുക്കളെ പോലെ പെരുമാറുന്നത് എന്തിനാ? കാർത്തികയെ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല ആന്റി. ഞങ്ങളുടെ സ്വന്തം അനിയത്തിയായിട്ടാ കണ്ടത്. അത് ശരി. നിന്റെ സ്വന്തം അനിയത്തെ നീ എങ്ങനെ കണ്ടെന്നും കാർത്തികയോട് എങ്ങനെയാ പെരുമാറിയെന്നും ഇവളെന്നോട് പറഞ്ഞു. കാർത്തിക തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുക ചെറിയമ്മേ. നന്ദിനി അങ്ങനെ ഒരാളല്ല. അഖിലിനും നന്ദിനിക്കും ഇടയിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല. എന്റെ നന്ദിനി വളരെ നല്ല കുട്ടി ആന്റി. നന്ദിനി വെറും ഒരു നേഴ്സായിട്ടാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. അഖിലിന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി മാത്രം വന്നതാ. ആവശ്യമില്ലാതെ കാർത്തിക അവളെ തെറ്റിദ്ധരിച്ച് വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോന്നതാ. ഞാൻ ആവശ്യമില്ലാതെ ഒന്നും വഴക്കുണ്ടാക്കിയതല്ല. എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ഞാൻ പറഞ്ഞത്. അതൊക്കെ വിട്ടേക്ക് കാർത്തിക. വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഞാൻ വരില്ല. മരിച്ചാലും ആ വീടിന്റെ പടി ഞാൻ കേറില്ല. മുതിർന്ന ആന്റി എങ്കിലും അവളെ ഒന്ന് ഉപദേശിക്കും. ഒരു കാലത്ത് ഞങ്ങളുടെ കയ്യിൽ സ്വത്തില്ലായിരുന്നു. ഇപ്പൊ എല്ലാം തിരിച്ചു കിട്ടി. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് കഴിയണമെന്ന് ആഗ്രഹിക്കുന്നു. കാർത്തികയെ ഞങ്ങളുടെ കൂടെ അയക്കണം. ഞാൻ അങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ഒരു മിനിറ്റ് ബേബി, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. ഞാൻ എന്റെ ബേബിയെ നിങ്ങളോടൊപ്പം അയക്കാം. പക്ഷെ അതിനു മുമ്പ് ഒരു കണ്ടീഷനുണ്ട്. എന്താ ചെറിയമ്മേ? പറയ് ബേബി.
എന്താ അത്? ഞാൻ നിങ്ങളുടെ കൂടെ ആ വീട്ടിലേക്ക് വരണമെങ്കിൽ ആ വീട്ടിലെ അപ്പർ ഹാൻഡ് ഞാനായിരിക്കണം. അതായത് ആ വീട്ടിന്റെ അധികാരം മുഴുവനും എന്റെ കൈവശമായിരിക്കണം. ശരി, രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ഞാൻ ഒരുപാട് നാളായി സംസ്കൃതി ഇവന്റ്സിന്റെ ചെയർമാൻ ആകാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ നിങ്ങൾ ആ പോസ്റ്റിൽ ഭാസ്കരനെ നിർദ്ദേശിച്ചു.